അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2023-24 വർഷത്തിൽ നടന്ന വാർഷിക പരീക്ഷയുടെ 1-ാം ക്ലാസ്സിലെ തഫ്ഹീമുത് തിലാവ, ഖിറാഅത്ത്, കിതാബത്ത് അഥവാ വായന, എഴുത്ത് എന്നീ പരീക്ഷയുടെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് ഓരോ ഭാഗങ്ങളും എങ്ങനെയാണ് പരീക്ഷയ്ക്ക് വരാവുന്നത് എന്നും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം. പരീക്ഷയുടെ 1-ാമത്തെ ഭാഗം പദങ്ങൾ വായിച്ച് ചിത്രങ്ങൾ തൊട്ട് കാണിക്കാം. ഇവിടെ പദങ്ങൾ നൽകിയിട്ടുണ്ട്. ആ പദങ്ങൾ വായിക്കുന്നതോടൊപ്പം അതിൻ്റെ ചിത്രം, ആ പദത്തിൻ്റെ ചിത്രം ഏതാണ് എന്ന് തൊട്ട് കാണിക്കണം. നമുക്ക് നോക്കാം. 1-ാമത്തേത് ഹബിലുൻ. ഹബിൽ ഏതാണ്? കയർ. കയർ തൊട്ട് കാണിക്കണം. ഹബിലുൻ, കയർ. 2 ഖലമുൻ, പേന. ഖലമ്, പേന. വർദ്, പുഷ്പം. വർദ്. ഐനുൻ, കണ്ണ്. ഐനുൻ. തമ്രുൻ, കാരക്ക. തമ്രുൻ, കാരക്ക. ലിർസുൻ, പല്ല്. ലിർസുൻ, പല്ല്. 2-ാമത്തെ ഭാഗം പുസ്തകത്തിൽ നോക്കി വായിക്കാം എന്നതാണ്. ഇവിടെ 2 പേജുള്ള പുസ്തകം ഇവിടെ നൽകിയിട്ടുണ്ട്. ഓരോ പേജിലും 3 പദങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതിൽ 1-ാമത്തെ പേജിലുള്ളത് വായിക്കാം. യൗമഇദിൻ. യൗമഇദിൻ. 2-ാമത്തേത് വിൽദാനുൻ. വിൽദാനുൻ. 3-ാമത്തേത് മഅബൂദുൻ. മഅബൂദുൻ. അടുത്ത പേജിലുള്ള നോക്കാം നമുക്ക്. തഹ്തിഹ. തഹ്തിഹ. അടുത്തത് മശ്ഗൂലുൻ. മശ്ഗൂലുൻ. അതിൻ്റെ താഴെയുള്ളത് നോക്കാം നമുക്ക്. ദീനില്ലാഹി. ദീനില്ലാഹി. ഒന്നുകൂടി നോക്കാം. യൗമഇദിൻ, വിൽദാനുൻ, മഅബൂദുൻ, തഹ്തിഹ, മശ്ഗൂലുൻ, ദീനില്ലാഹി. അടുത്ത ഭാഗം നമുക്ക് നോക്കാം. അക്ഷരങ്ങൾ വായിക്കാം എന്നതാണ്. ഇവിടെ 2 അക്ഷരങ്ങൾ നൽകിയിട്ടുണ്ട്. ആ 2 അക്ഷരങ്ങൾ ഏതെല്ലാം എന്ന് വായിക്കണം. 1-ാമത്തേത് ലോ. ലോ. 2-ാമത്തെ അക്ഷരം സാ. സാ. ലോ, സാ എന്നീ 2 അക്ഷരങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമുക്ക് അടുത്ത നോക്കാം. തഫ്ഹീമുത് തിലാവ, കിതാബത്താണ്. എഴുതാനുള്ള ഭാഗമാണ്. ആദ്യത്തെ ഭാഗം നമുക്ക് നോക്കാം. വിട്ട അക്ഷരങ്ങൾ എഴുതാം. ഇവിടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ പദങ്ങളുടെ 2 അക്ഷരങ്ങൾ നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ള അക്ഷരങ്ങൾ എഴുതണം. നമുക്ക് നോക്കാം. ഒന്നാമത്തേത് നമുക്ക് നോക്കാം. ഫ സുൻ. ഫ സുൻ. അടുത്തത് ഗിർബാലുൻ. ഗിർബാലുൻ. 3-ാമത്തേത് സല്ലാജത്തുൻ. സല്ലാജത്തുൻ. അടുത്തത് ലിവാഉൻ. ലിവാഉൻ. ആദ്യത്തേതിൽ ഫ എന്നുള്ളത് വിട്ടുപോയിട്ടുണ്ട്. സുൻ എന്നത് അവിടെയുണ്ട്. ഫ സുൻ. 2-ാമത്തേത് ബാലുൻ എന്നവിടെയുണ്ട്. ഗിർ എന്ന് വിട്ടിട്ടുണ്ട്. ഗിർബാലുൻ. 3-ാമത്തേത് സല്ലാജത്തുൻ. സല്ലാ എന്ന് വിട്ടിട്ടുണ്ട്. സല്ലാജത്തുൻ. 4-ാമത്തേത് ലി വിട്ടിട്ടുണ്ട്. ലിവാ വിട്ടിട്ടുണ്ട്. ഉൻ എന്നത് അവിടെയുണ്ട്. ലിവാ ഉൻ. അടുത്ത ഭാഗം നമുക്ക് നോക്കാം. ബോർഡിൽ നോക്കി എഴുതാം എന്നതാണ്. ഇവിടെ ബോർഡിൽ 6 പദങ്ങൾ നൽകിയിട്ടുണ്ട്. ആ 6 പദങ്ങളെ തൊട്ടടുത്ത് എഴുതാനുള്ള സ്ഥലത്ത് എഴുതണം. നമുക്ക് നോക്കാം. മൽഹറു, അസ്ലിഹ്, മിഗ്സലുൻ, മിഗ്സലു, ഖുലൂബുൻ, സഹ്റത്തുൻ, ഷജറത്തുൻ. ഒന്നുകൂടി നോക്കാം. മൽഹറു, അസ്ലിഹ്, മിഗ്സലു, ഖുലൂബുൻ, സഹ്റത്തുൻ, ഷജറത്തുൻ. അടുത്ത ഭാഗം നമുക്ക് നോക്കാം. വിട്ട അക്ഷരം കുട്ടയിൽ നിന്ന് തിരഞ്ഞെടുത്തെഴുതാം. നമുക്ക് നോക്കാം. ഇവിടെ ആദ്യത്തേത് നബുൻ എന്നുണ്ട്. അവിടെ വിട്ട അക്ഷരം ഏതാണ്? ല.
ദനബുൻ ദനബുൻ. രണ്ടാമത്തത് ബുത്തുൻ എന്നുണ്ട്, അവിടെ എന്താണ് അക്ഷരം വിട്ടത്? ന. നബ്തുൻ നബ്തുൻ. മൂന്നാമത്തത് ത് മുൻ, അവിടെ വിട്ട ഭാഗം ഖ. ഖത്ത് മുൻ ഖത്ത് മുൻ. അടുത്ത് നോക്കാം നമുക്ക്. ബീബുൻ, അവിടെ വിട്ട അക്ഷരം സ. സബീബുൻ സബീബുൻ. അടുത്ത അക്ഷരം നോക്കാം. ഹൈനുൻ, വിട്ട അക്ഷരം സ്വ. സ്വാഹിനുൻ സ്വാഹിനുൻ. ഒന്നുകൂടി നോക്കാം. ദനബുൻ നബ്തുൻ ഖത്മുൻ സബീബുൻ സ്വാഹിനുൻ. ഇങ്ങനെയാണ് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നല്ലതുപോലെ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ബുദ്ധിയും അറിവും നൽകി അനുഗ്രഹിക്കട്ടെ. പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.